ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹവ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ നാൾക്ക് ശേഷം ഇന്ന് വരാനുള്ള കാരണം ഫേസ്ബുക്കിൽ കണ്ട ഈ ഒരു പോസ്റ്റാണ്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള രീതികൾ എന്തെല്ലാമാണ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്ലാനിങ് ആണ്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് എന്താണ് എന്നതിനെ പറ്റിയാണ് കാര്യങ്ങൾ. അതിനുശേഷം എത്ര ബെഡ്റൂം വേണം, ഹാള്, അതുപോലെ കിച്ചൻ്റെ സൈസ്, ബാത്റൂം സൈസ്, അതിൻ്റെ പൊസിഷൻ എന്നതിനെ പറ്റി നമ്മൾ ഒരു ധാരണയിലെത്തിയതിനു ശേഷം നമ്മൾ നല്ലൊരു ആർക്കിടെക്ചറിനെയോ എഞ്ചിനീയറിനെയോ സമീപിച്ചുകൊണ്ട് നമ്മളുടെ ഈ ആവശ്യങ്ങൾ മുന്നിൽ വെക്കുക. അതിനുശേഷം ആദ്യമായി ഒരു മനോഹരമായൊരു പ്ലാൻ നിർമ്മിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സൈറ്റിന് ലെവൽ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ കാടുകളോ അതല്ല എങ്കിൽ ലെവൽ ഉള്ള സർഫസ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലെവൽ ചെയ്യണം. അതിനുശേഷം JCB ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് വാനം തോണ്ടുക. വാനം തോണ്ടിയതിന് ശേഷം പാറ ഉപയോഗിച്ചുള്ള നിർമ്മാണം, അതിനുശേഷം ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, അതിന് മുകളിൽ ബെൽറ്റ്, അതിന് മുകളിലായിട്ടാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന കട്ടകെട്ടിയുള്ള നിർമ്മാണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തടി ഉപയോഗിച്ച് കട്ടിള, ജനൽ ഒക്കെ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ലിൻഡലിൻ്റെ മുകളിൽ 4 വരിയോ അതല്ല എങ്കിൽ 3 വരി കട്ട കെട്ടിയിട്ട് റൂഫ് സ്ലാബ് വാർക്കുക. ഷീറ്റ് എങ്കിൽ ഷീറ്റ്, അതല്ലെങ്കിൽ ഓട് എങ്കിൽ ഓട്. ഇത്രയുമാണ് ആദ്യത്തെ ഘട്ടം. അതിന് ശേഷം ചെയ്യുന്നത് നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യുക. തറ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പ്ലാസ്റ്ററിങ് പോലെയുള്ള, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് അല്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഇലക്ട്രിക്കലിൻ്റെ വയറ് വലിക്കാനൊക്കെ വേണ്ടി ഉള്ള വർക്കുകൾ ചെയ്യുക. അതിനുള്ള കൺസീൽഡ് പൈപ്പ് അതിൻ്റെ ഉള്ളിൽ വെക്കണം, പ്ലേസ് ചെയ്യണം. അതിന് ശേഷമാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് വാഷ് അടിക്കുക. വൈറ്റ് വാഷ് അടിച്ചതിന് ശേഷം ടൈലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തടിയുടെ വർക്കുകൾ തുടങ്ങുക. അതായത് നമ്മൾ കട്ടിളയൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കതക് കാര്യങ്ങളൊക്കെ കൊടുക്കണം. കതക് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ പ്ലംബിങ്, ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ചസ്, അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിനുശേഷം പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ടൈൽസിൽ എപ്പോക്സി വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്പം കൊടുത്താൽ മതിയാകും. അതിന് ശേഷമായിട്ട് ലാസ്റ്റായിട്ട് ടോപ്പ് പ്ലാസ്റ്ററിങ് കൂടെ ചെയ്ത് മുറ്റത്ത് ഇൻ്റർലോക്കോ അതല്ല ചിപ്സ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ വർക്ക് പൂർത്തിയാകും. ഇത്രയും വർക്കാണ് നമുക്ക് ഒരു വീടിനുള്ള ഘട്ടം ഘട്ടമായിട്ട് ഉള്ളത്.